Hi dears and welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനി സ്കേർട്ട് ആണ്. നമ്മൾ പ്ലീറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ സ്കേർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലീറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്കേർട്ട് ചെയ്യാനാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു സ്കേർട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഇത് 1.5 മീറ്ററിൻ്റെ പ്ലീറ്റഡ് മെറ്റീരിയലാണ്. 1.5 മീറ്ററാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല വീതി ഉണ്ട് കേട്ടോ. 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. 1.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനൊന്ന് ഫോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ വീതി ആണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ആ വിഡ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്, ലെങ്ത്ത് വെച്ചിട്ടല്ല. അപ്പോൾ ഇതേ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ 1.5 മീറ്റർ അല്ല നമ്മൾ, ലെങ്ത്ത് അല്ല നമ്മൾ ഫോൾഡ് ചെയ്തത്, വീതിയാണ് ഫോൾഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് 1.5 മീറ്ററിന് കിട്ടും, വീതിയല്ല നമ്മൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തത്. അപ്പോൾ ഇതേ ഇനി ഇതിനെ ഒന്നുകൂടെ, ഇപ്പോൾ 2 പീസായിട്ടുണ്ട്, ഇനി അത് ഒന്നുകൂടെ ഒന്ന് മടക്കി 4 മടക്കാക്കി വെക്കുകയാണ്. 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ടാണ്. അവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അത് നീട്ടി വരച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു 10 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എൻ്റെ വേസ്റ്റ് 28 ഇഞ്ചാണ്. അതിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. 7ൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് 10 ആക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ 4ആക്കി മടക്കി വെച്ചാണല്ലോ. ഇനി ഇതിന് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ലെങ്ത്തായിട്ട് 24 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് മാക്സിമം ഒരു 24-26 ഒക്കെ കിട്ടുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ 3 ഇഞ്ച് വേസ്റ്റ് ബാൻഡിന് പോയി, പിന്നെ 1 ഇഞ്ച് താഴെ തയ്യൽ തുമ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് 24-25 മാക്സിമം കിട്ടുള്ളൂ ലെങ്ത്ത്. നമുക്കിതിന് മാക്സിമം ഫ്ലെയർ കിട്ടണം. അതിനായിട്ട് ഇതേ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് താഴത്തോട്ട് 24 ഇഞ്ച് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് കർവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടോട്ടലൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സൈഡൊന്ന് മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പിനുള്ള കുറച്ച് ക്ലോത്ത് മാറ്റി വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 പോർഷൻ കിട്ടും, ഫ്രണ്ടും ബാക്കും. അപ്പോൾ വേസ്റ്റ് ഇത്രയും വന്നത് എന്താ വിചാരിച്ചാൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് വേസ്റ്റ് ഇത്രയും നമ്മൾ എടുക്കാൻ കാരണം. ഇനി 2 ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ്. ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെക്കുക, എന്നിട്ട് ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്യണം. ആദ്യം ഒരു ചെറിയ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യമേ ഒന്ന് ഫോൾഡ് ചെയ്തു, ഇനി ഇതിൻ്റെ എഡ്ജ് വശം ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് വേസ്റ്റിൻ്റെ അവിടെ മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ പിൻ ചെയ്യാം കേട്ടോ. കാരണം ഇത് പ്ലീറ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ആ പ്ലീറ്റ് ഇങ്ങനെ ഭയങ്കര വലിച്ച് പിടിക്കാണ്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലീറ്റ്സ് ഭയങ്കര ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നമ്മൾ മാക്സിമം വലിച്ച് പിടിക്കാണ്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതിന് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കും ഏറ്റവും ബെറ്റർ. ഇതേ നമ്മൾ വീഡിയോയിൽ കാണാം, അതേപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. നമുക്ക് വീതി കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വീതിയിൽ എടുത്തിട്ടുണ്ട്. അത് വേസ്റ്റിൽ ചുറ്റിയിട്ടാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ഇനി ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് നമ്മൾ നമ്മൾ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇലാസ്റ്റിക്. ശരിക്കും ഇത് നേവി ബ്ലൂ ആയതുകൊണ്ട് ബ്ലാക്ക് ഇലാസ്റ്റിക് ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇലാസ്റ്റിക് 2 ഒരുമിച്ച് വെച്ചതേ ആ സൈഡോടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വശം കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇലാസ്റ്റിക് വെച്ച വശം സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ അടിവശം, സ്കേർട്ടിൻ്റെ അടിവശം ഒന്നെങ്കിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റോൾഡ് ഹെം ചെയ്യാം. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാത്തിനും ഇങ്ങനെ സ്കേർട്ടൊക്കെ വരുമ്പോൾ റോൾഡ് ഹെമ്മാണ് ചെയ്യാറ്. ഞാൻ എന്തായാലും റോൾഡ് ഹെമ്മാണ് ചെയ്യുന്നത്.
സ്കേർട്ടിൻ്റെ അടിവശം നമ്മൾ റോൾ ഹെം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മിനി സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കേർട്ട് ഒരുപാട് ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഗോവൻ വെക്കേഷന് പോയപ്പോൾ ഈ ഒരു സ്കേർട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡ്രസ്സിന് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മിനി സ്കേർട്ട് ആയതുകൊണ്ട് നമുക്ക് ഇടാനും എല്ലാം യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്, എളുപ്പമാണ്, ഭയങ്കര കംഫർട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ഉറപ്പാക്കി വെക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ടു നെക്സ്റ്റ് വീഡിയോ. ബൈ.